ഈ വേദിയിലേക്ക് ഇനി എത്തുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഷിജു SP ആണ്. ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് മഹാനായ കവി അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ, ഇനിയുള്ള കാലങ്ങൾ ഇതിലേക്കടക്കുമ്പോൾ ഞാൻ ഇതുകൂടിയൊന്നോർത്തു പോകും. വിരിയാത്ത സൂര്യനും വീയാത്ത ചന്ദ്രനും വിരിയാത്ത താരകം വന്നാൽ ഒരു താരം ആകുവാൻ വേണ്ടി അല്ല, മറിച്ച് അറിവിൻ്റെ വിസ്മയത്തിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു താരമാകുവാനുള്ള എൻ്റെ തയ്യാറെടുപ്പുമായി ഞാൻ മത്സരവേദിയിലേക്ക് കടന്നുപോകും. ഷിജു വാക്കിൻ. ഷിജു എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ്. എന്തിൻ്റെ? ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. അതിൻ്റെയാണ്. പിന്നെ കൊല്ലത്താണ് ഓഡിഷന് വന്നത്? അതെ, കൊല്ലത്താണ്. അന്ന് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ പറയുകയായിരുന്നു? ഉത്തരം പറയുകയായിരുന്നു. എൻ്റെ ഒരിക്കൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് തന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ എന്താ അന്ന് പെട്ടെന്ന് വിഷയം തന്നു? തൊട്ടാവാടിയെ കുറിച്ച് പ്രസംഗിക്കാൻ അന്ന് പ്രസംഗിച്ചോ? പ്രസംഗിച്ചായി. ഇന്നൊരു വിഷയം തരട്ടെ, പെട്ടെന്നൊന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു യാഗത്തിലേക്ക്. വളരെ ഗൗരവമായ, ഈ ലോകം മുഴുവൻ കൂലങ്കുഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്തർദേശീയ സാമൂഹ്യ ധാരകളെ ഉൾക്കൊള്ളുന്ന, ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയിലെയും പട്ടിണിപ്പാവങ്ങളുടെ വേദന തിരിച്ചറിയുന്ന ഒരു ഭീകരമായൊരു വിഷയമാണ്. റെഡി? പപ്പടം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം ചിലപ്പോൾ പൊള്ളിച്ച പപ്പടം പോലെയാണ്. അത് മനോഹരമായി വെച്ചിരുന്നു കഴിഞ്ഞാൽ, ചൂടോടിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. ചിലരുടെ സ്വഭാവവും അങ്ങനെയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പപ്പടം നമ്മൾ നല്ലൊരു സദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനോഹരമായി കഴിക്കുവാൻ പറ്റിയ ഒരു വസ്തു കൂടിയാണ് പപ്പടം. അപ്പൻ, അപ്പാപ്പൻ, അമ്പാറ, ചിറ്റപ്പൻ പപ്പടവും ഉപ്പുമായി ഇപ്പം വരും. ഓൾ ദി ബെസ്റ്റ് ഷിജു. യാഗഭൂമിയിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ പപ്പടമില്ല, അറിവിൽ ചാലിച്ച ഒരൽപ്പം അച്ചാർ മാത്രം. യാഗം. ഷിജു, ഓൾ ദി ബെസ്റ്റ്. യാഗം, ആദ്യ വിജ്ഞാനഗോളം, ആദ്യത്തെ അവസരം. കവിതയാണ് കിട്ടിയ വിഷയം അല്ലേ? അതെ. തിരികെ ഇട്ടു. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയും. തീർച്ചയായും. ആനന്ദ് സമരക്കൂർ എന്ന മഹാനായ മനുഷ്യൻ്റെ നിരാഹാരം വഴി ഉപവസിച്ച് ജീവൻ വെടിഞ്ഞ മനുഷ്യൻ്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. ശരിയോ തെറ്റോ? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട, കൊല്ലത്തുള്ളവരോട് കള്ളവും വേണ്ട എന്നാണ് എന്നെ പണ്ടുള്ളവർ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് നേരോ നുണയോ എന്നാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ആനന്ദ് സമരക്കൂൺ, അദ്ദേഹത്തിന്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് won ₹1,000 ഫ്രം മെർ റിയൽറ്റേഴ്സ്. അദ്ദേഹത്തിന്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. ആ കവിതയിലെ ഒരൊറ്റ വാക്കിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ, ഒരു വാക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് നിരാഹാരം കിടന്ന് ജീവൻ വെടിഞ്ഞ കവി കൂടിയാണ് അദ്ദേഹം. മാതാ ശ്രീലങ്ക എന്ന സോമസുന്ദര ബാണവദന ലങ്ക എന്ന ശ്രീലങ്കൻ ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ കവിതയിലെ വാക്ക് മാറ്റി പരിഷ്കരിച്ചത് കൊണ്ട് പ്രതിഷേധിച്ച് ഉപവസിച്ച് ജീവൻ വെടിഞ്ഞ കവിയാണ് ആനന്ദ് സമരക്കൂർ. കൺഗ്രാറ്റുലേഷൻസ്, സെക്കൻഡ് ബൗൾ. സോ ഷിജു, രണ്ടാമത്തെ വിജ്ഞാനഗോളം. ചക്രവർത്തിമാർ. നല്ല വിഷയം. തിരികെ നിശ്ചയം. 2 ഉത്തരങ്ങൾ, 1 ചോദ്യം. ആരാണ് അഫ്ഗാൻ വംശജനായ ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി? ചോയ്സ് 1 കുത്തബുദ്ദീൻ ഐബക്ക്, ചോയ്സ് 2 ബഹലൂൽ
ലോധി. ചോയ്സ് നമ്പർ ഫസ്റ്റ് കുതബുദ്ദീൻ ഐബക്. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. 100%? ഷുവർ? തീർച്ചയാണോ? അത് തീർച്ചയാണ്. മാറ്റമില്ല. മാറ്റാൻ ഞാൻ പറഞ്ഞാലും മാറ്റില്ല ഇനി, അല്ലേ? ഷിജു, ദൗർഭാഗ്യകരമായി താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ബാഡ്. കുത്തബുദ്ദീൻ ഐബക്ക് അടിമവംശ സ്ഥാപകനാണ്. സ്ലേവ് ഡിനാസ്റ്റി തുടങ്ങി. കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ വംശത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇൽത്തമിഷിന് ശേഷം മകൾ റസിയ, പിന്നെ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന മന്ത്രി. ഖിൽജി വംശം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജലാലുദ്ദീൻ ഖിൽജിയാൽ സ്ഥാപിതമായ അലാവുദ്ദീൻ ഖിൽജിയിലൂടെ പടർന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം തുഗ്ലക് വംശം ഉണ്ടായിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്കുമെല്ലാം. അതിനുശേഷമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ വംശം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ രാജവംശം ലോധി വംശമാണ്. അതിന്റെ സ്ഥാപകനായ ബഹ്ലൂൽ ലോധിയാണ് the first Pathan, the first Afghan to be an emperor in India. Bad luck, please. യാഗം എന്ന റൗണ്ടിൽ മത്സരാർത്ഥികൾ വിജയ വഴികൾ താണ്ടാൻ ഒരു വ്യക്തി എന്ന രീതിയിലും അവതാരകൻ എന്ന രീതിയിലും എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഞാൻ മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ട്. രണ്ടും കിട്ടിയത് തെറ്റുത്തരം പറയുമ്പോഴെല്ലാം ഞാൻ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, ഒന്ന് മാറ്റി നോക്കുന്നു എന്ന്. പക്ഷെ ഷിജു വളരെ അഡമന്റ് ആയിരുന്നു ആ റോങ് ഡിസിഷൻ. പക്ഷേ ആ രണ്ട് സബ്ജക്റ്റും ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ടായിരുന്നോ ചക്രവർത്തിമാരൊക്കെ? പ്രദീപ് പറഞ്ഞു കൊല്ലത്തുള്ളവരോട് കള്ളം പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന ധ്വനി അതിനകത്തുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമായിരുന്നു. അപ്പൊ അത് ശ്രദ്ധ ഇല്ലാതെ പോയി. അതിനകത്ത് കള്ളം എന്ന് വന്നത് കൊണ്ടാണ് നോ എന്ന ഡിസിഷൻ. വളരെ വ്യക്തമായിട്ട് 2 പ്രാവശ്യം പറഞ്ഞു കൊല്ലത്തുള്ളവരോട് കള്ളം പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ് അതിന്റെ സാധാരണ മലയാളത്തിലെ അർത്ഥം. അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിട്ടുപോയി. അതാണ്. രണ്ടാമത്തേതും വളരെ ചക്രവർത്തിമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിവല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ വംശജനായ ചക്രവർത്തി ബഹ്ലൂൽ ലോധിയാണ്. എന്താണ് ഷിജുവിന് ശ്രീ വി കെ ശ്രീരാമന് നൽകാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം? ഒരു ഏത് തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വന്നാലും നമ്മളെ മനസ്സ് ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ നമസ്കാരം മുതലായിട്ടുള്ള സംഗതികൾ അതിന് സഹായിക്കുന്നതാണ്. ഞാൻ പല ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ല, കോൺസെൻട്രേഷൻ അത് കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈശ്വരനിലായാലും മറ്റേതെങ്കിലും യോഗ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിൽ മൈൻഡ് കോൺസെൻട്രേഷൻ. അശ്വമേധത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ താങ്കളുടെ ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ ഈ ഉപദേശം, ഈ നിർദ്ദേശം വളരെ വിലപിടിച്ചതായി മാറി. നിമ്മി പ്ലീസ്. ദൗർഭാഗ്യകരമാണ് ഷിജുവിന്റെ പുറത്താകൽ. ഇത് മിർ റിയൽറ്റേഴ്സിന്റെ സാന്ത്വന സമ്മാനം. ഞാൻ ആനന്ദ് സമരകൂണിനെ കുറിച്ചാണ് ഷിജുവുമായി ആദ്യം സംസാരിച്ചത്. ആനന്ദ സമരകൂൺ അദ്ദേഹത്തിന്റെ കവിതയിലെ ഒരു വാക്ക് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതിന്റെ വേദനയിൽ ഉപവസിച്ച് ആത്മാഹുതി ചെയ്ത ആളാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിന്റെ അതിർവരമ്പുകളെല്ലാം വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രീ വി കെ ശ്രീരാമൻ, താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ്? കവിതയുടെ കാര്യം ആണെങ്കിൽ പോലും ഇപ്പോൾ കവിതയിൽ അങ്ങനെയുള്ള ഒരു കൺവിക്ഷൻ സ്വയമായിട്ടുള്ള കവികൾ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ റഫീഖ് അഹമ്മദിനെ പോലെയൊക്കെയുള്ള കവി എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ അംഗീകാരം നേടിയിട്ടുള്ള ആൾക്കാർ വാക്കുകൾ കുലുക്കിയെറിയുന്ന ചലച്ചിത്രഗാന രംഗത്തേക്ക് പോകുന്നു. അപ്പോൾ വാക്കുകൾ ഈ വെറും ഇതിൽ സംഗീതത്തിൽ നിറയ്ക്കുന്ന കുറേ വസ്തുക്കൾ മാത്രമായിട്ട് തീരുന്ന ഒരു വാഗർത്ഥങ്ങൾ നശിച്ച ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇത് വല്ലാത്ത ഒരു ജിജ്ഞാസ ഭാഷയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ
വല്ലാത്തൊരു അമ്പരപ്പുണ്ടാകുന്ന ഒരു കാലത്താണ്. എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂർ ഏതിനോട് എന്ന് എം ഗോവിന്ദൻ ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കവിതയ്ക്കല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രസംഗവും ഒരു വിഷയം പെട്ടെന്ന് പപ്പടം എന്ന് പറയുമ്പോൾ പപ്പടത്തിനെ പറ്റി പ്രസംഗിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മളെ മന്ത്രിമാരെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവർ ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും എന്താണ് വിഷയം എന്ന് ചോദിക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി പ്രസംഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹൃദയമില്ലാതെ പ്രസംഗം മാത്രമായി പോകുന്ന വാക്കുകൾ, വെറുതെ വിലയില്ലാത്ത വാക്കുകൾ വിളമ്പുന്ന ഒരു ലോകമായി മാറുന്നു. അതിൻ്റെയൊക്കെ സൂചനയാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു കഴിവുണ്ട് ഇദ്ദേഹത്തിന്, പക്ഷേ അത് കുറേ കൂടി ആഴത്തിലേക്ക്, കുറേ കൂടി നല്ല സാമൂഹ്യ പ്രതിബദ്ധമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാം എന്നാണ് നിങ്ങളുടെ ആ കഴിവുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പപ്പടത്തെ പറ്റി വളരെ രസകരമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ എപ്പിസോഡിൽ നിന്നുണ്ടാവണം എന്നാണ് എൻ്റെ അപേക്ഷ. തീർച്ചയായും ഇതൊരു അടയുന്ന വാതിലോ അവസാന വാക്കോ അല്ല. ഷിജുവിന് ഇനിയും അവസരം കിട്ടും ഈ ബൗദ്ധിക വ്യായാമത്തിൽ ഏർപ്പെടാനും വിജയിക്കാനും. കൂടുതൽ ആഴത്തിൽ വായിക്കാൻ ശ്രമിക്കണം. നല്ലൊരു വായനക്കാരന് മാത്രമേ നല്ലൊരു പ്രസംഗകനാകാൻ കഴിയൂ. എ ഗുഡ് സ്പീക്കർ ഷുഡ് ബി എ ഗുഡ് ലിസണർ ടു. ഒരു ശ്രദ്ധാലു കൂടിയായിരിക്കണം നന്നായി സംസാരിക്കുന്നയാൾ. കൊല്ലംകാരനോട് കള്ളം പറയരുത് എന്ന് ഞാൻ പറഞ്ഞതിൽ ലിസണിങ്, ദ ആർട്ട് ഓഫ് ലിസണിങ്, ശ്രദ്ധ എന്ന കല ഒരല്പം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഷിജുവിനൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അല്ലേ? അതിനൊന്നും സാരമില്ല ഷിജു. ഇതൊക്കെ വൈജ്ഞാനികമായ കുറച്ച് സമയങ്ങളാണ്. ഈ സമയത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു, നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നു ഈ യാത്രയിൽ എന്നതാണ് പ്രധാനം. ജയവും തോൽവിയും ഒന്നുമില്ല. ഷിജു തോറ്റെന്നാരാ പറഞ്ഞേ? ആരും ജീവിതത്തിൽ തോൽക്കുന്നില്ല. അത് തോൽക്കാത്തത് ഈ ബഹ്ലൂൽ ലോധിയോ ഗിയാസുദ്ദീൻ ലോധിയോ മാത്രമല്ല. 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറാകട്ടെ, ബാബറിന്റെ മകനായ ഹുമയൂൺ ആകട്ടെ, അക്ബർ ആകട്ടെ, ജഹാംഗീർ ആകട്ടെ, ഷാജഹാൻ ആകട്ടെ, ഔറംഗസീബ് ആകട്ടെ, ജഹന്തർ ഷാ ആകട്ടെ, അക്ബർ ഷാ ഒന്നാമനാകട്ടെ, അക്ബർ ഷാ രണ്ടാമനാകട്ടെ, ഫറൂഖ് സിയാർ ആകട്ടെ, ഒടുവിൽ അക്ബർ ഷാ രണ്ടാമന്റെ മകനായ ബഹദൂർ ഷാ സഫർ എന്ന കവി കൂടിയായ ബഹദൂർ ഷാ രണ്ടാമനാകട്ടെ, ഇവരാരും തോൽക്കുന്നില്ല. എങ്കിലും ഒരിക്കലും തോൽക്കാത്ത യുദ്ധങ്ങളിൽ തോറ്റുപോയ ഒരു രാജാവിനെ ഓർമ്മിച്ച് വേണം ഞാൻ ശുഭരാത്രി പറയാൻ. ലോകത്തിൽ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വായനശാല സ്ഥാപിച്ചത് ആരാണ് അറിയോ? അല്ല, യുദ്ധങ്ങളിലെല്ലാം തോറ്റുപോയെങ്കിലും ഒടുവിൽ താൻ സ്ഥാപിച്ച വായനശാലയുടെ പടികൾ ഇറങ്ങുമ്പോൾ താഴെ വീണ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയെങ്കിലും ആ ഒരൊറ്റ കാരണം കൊണ്ട് വായിക്കാൻ കൊതിക്കുന്ന എന്നെപ്പോലുള്ള ആയിരങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും ആ പാവം മനുഷ്യന്റെ പേര്, ഹുമയൂണിന്റെ. നിറയെ അറിവ്, ചെറിയ ഇടവേള. അടുത്ത ദിവസം വീണ്ടും കാണും. ഗുഡ് നൈറ്റ് ഫ്രം GS.